ഹലോ ഡിയേഴ്സ്, കുറേ ദിവസമായില്ലേ നമ്മൾ കണ്ടിട്ട്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കുഞ്ഞു വ്ളോഗായിട്ടാണ്. അപ്പോൾ വ്ളോഗ് എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് റെസിപ്പിയും കാര്യങ്ങളൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ. പ്രത്യേകിച്ച് തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരു വൈകുന്നേരത്തെ കുറച്ച് ലൊട്ടിലൊടുക്ക് ജോലികളും, പിന്നെ നമ്മൾ സ്ഥിരമായിട്ട് മോൻ്റെ സമയവും എൻ്റെ സമയവും വെച്ച് നമ്മൾ കീപ്പ് ചെയ്ത് വരുന്ന കുറച്ച് റുട്ടീനും, അതെല്ലാം കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് കണ്ടു നോക്കാം അല്ലേ. സാധാരണ ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് ശേഷം നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് അങ്ങനെ ചിലർ ഉറങ്ങും. പണ്ടൊക്കെ ഞാൻ ഉറങ്ങിയായിരുന്നു. ആ ഒരു സമയമുണ്ടല്ലോ, ഒരു 3 മണി, ആ ഒരു സമയത്താണ് മോന് കൂടുതലായിട്ടും ഉറങ്ങാറൊക്കെ ഉള്ളത്. അപ്പോൾ അങ്ങനെയുള്ള സമയമാണ് ഞാൻ വീഡിയോ എടുക്കാനായിട്ട് കൂടുതലും നിൽക്കാറുള്ളത്. അപ്പോൾ അന്നത്തെ ദിവസം നമ്മൾ മുമ്പ് അപ്ലോഡ് ചെയ്ത ഐസ്ക്രീമിൻ്റെ വീഡിയോ എടുത്തത് ആ ഒരു സമയത്താണ്. അപ്പോൾ ചില ദിവസങ്ങളിൽ എനിക്ക് വീഡിയോ എടുക്കാനുള്ള മൂഡ് ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ള ദിവസം ചിലപ്പോൾ എഡിറ്റ് ചെയ്യും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അങ്ങനെയുള്ള പ്രൊഡക്റ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് ഉമ്മ ഇവിടെ പൂരപ്പൊടി ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ്. പൂരപ്പൊടി എന്ന് പറയുമ്പോൾ എന്തോരം പേർക്ക് മനസ്സിലാവുമെന്ന് അറിയില്ല. ചില സ്ഥലത്തൊക്കെ അവലോസ് പൊടി എന്ന് പറയും. ഈ ഒരു സംഭവം ഉണ്ടാക്കാനുള്ള പരിപാടി, ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റെസിപ്പിയും കാര്യങ്ങളൊക്കെ ഞാൻ മുമ്പൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന് നന്നായിട്ട് നാളികേരമൊക്കെ വേണം. അപ്പോൾ അത് ഉപ്പയും ഉമ്മയും എല്ലാവരും കൂടി ചിരകി, ഞാനും ഒരെണ്ണം ചിരകിയപ്പോഴത്തേനും അവരെന്നെ കൊണ്ട് നിർത്തിപ്പിച്ചു കേട്ടോ. അപ്പോൾ ഞാൻ പിന്നെ അവർ ചിരകി വെച്ചേക്കണം ചിരട്ടയിൽ നിന്നുള്ള ബാക്കി ഇരിക്കണ തേങ്ങയൊക്കെ ഒന്ന് സ്പൂൺ വെച്ചൊക്കെ ഒന്ന് ചിരകിയൊക്കെ എടുത്ത് കൊടുത്ത്, അപ്പോൾ അത്രയൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും അവിടെ മോന് എഴുന്നേറ്റിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവന് കൊടുക്കരുതെന്ന് വിചാരിച്ചാലും അവന് കട്ടൻ ചായ ഭയങ്കര വീക്ക്നെസ്സാണ്, എന്നെപ്പോലെ തന്നെ. അപ്പോൾ ചോദിച്ചിട്ട് എടുത്തോണ്ടിരിക്കുകയാണ്. അപ്പോൾ എഴുന്നേറ്റ പാടെ ആപ്പിച്ചത് ആ വണ്ടിയുമേ കയറി പരിപാടി തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ തന്നെ ചെറിയൊരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടാവും. അപ്പോൾ അതുകാരണം തന്നെ ആ സ്റ്റിയറിംഗ് വീലൊന്നും മോറൊക്കെ ഇങ്ങനെ അമർത്തി വെച്ച് പതുക്കെ പോവേണ്ട. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ നല്ല ആക്റ്റീവ് ആവും. ആ സമയത്ത് നമുക്ക് ഒരു രക്ഷ ഉണ്ടാവില്ല. തുടക്കത്തിൽ കണ്ട പരിപാടി അടക്കം എല്ലാം അവൻ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അതൊക്കെ നമുക്ക് വഴിയേ കാണാം. അപ്പോൾ ഞാൻ അവിടെ അനിയൻ്റെ കൂടെ കളിക്കണത്. അപ്പോൾ ഞാൻ വേഗം ചായയൊക്കെ ഒന്ന് ചൂടാറ്റി വെച്ചിട്ട് അകത്തോട്ട് വിളിക്കാമെന്ന് വിചാരിച്ച്. അല്ലെങ്കിൽ പിന്നെ ആൾ അകത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒന്നിനും സമയം തരില്ല. ചൂടാണെന്നൊന്നും പറഞ്ഞാലും അവന് മനസ്സിലാവില്ല. അപ്പോൾ ചായ തരാമെന്ന് പറഞ്ഞപ്പോൾ ഓടി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ കസേരയൊക്കെ ഇട്ട് തനിയെ തന്നെ ഇരുന്നോളും, ചായ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. എന്നിട്ടും വന്നിരുന്നിട്ട് ആളുടെ ക്ഷമയൊക്കെ പോയി തുടങ്ങിയിട്ടുണ്ട്. ചായ ഒഴിച്ച് ബഹളമൊക്കെ ഉണ്ടാവും. അപ്പോൾ പിന്നെ അടുത്തൊരു വീക്ക്നെസ് എന്ന് പറയുന്നത് ഈ കൊള്ളി വറുത്തതാണ്. നമ്മുടെ കപ്പയില്ലേ, അത് വറുത്തത്. അപ്പം അവനെ കാണിക്കാൻ വേണ്ടി ഞാൻ ഇതിലിങ്ങനെ അധികം വെക്കും. പിന്നെ അവൻ്റെ കൂടെ ഇരുന്ന് ഞാൻ തന്നെ കൂടുതലും കഴിച്ച് തീർക്കും, അവൻ അധികം കഴിക്കാതിരിക്കാൻ വേണ്ടി. പിന്നെ നമ്മുടെ ആരോറൂട്ടിൻ്റെ ബിസ്ക്കറ്റും ഇങ്ങനെ വെച്ചിട്ടുണ്ട് ചായയുടെ ഒപ്പം. ഇപ്പം വേറെ എന്തോ അവന് കൊടുത്തു കഴിഞ്ഞാലും അവൻ സമ്മതിക്കൂല. അപ്പോൾ ഇതൊന്ന് കുറച്ചൊന്ന് കാണിച്ച് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് കഴിയുമ്പോൾ എന്തെങ്കിലും അവൻ്റേതായിട്ടുള്ള ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്യാറ്. അപ്പോൾ ഇതെടുത്ത് ഞാൻ അവൻ്റെ അടുത്ത് പോയിരിക്കുകയാണ്. ഇനി കുറച്ച് സമയം ഇനി മോൻ്റെ കൂടെ തന്നെ ഇരിക്കും. അവൻ്റെ ഒരു ശീലമൊക്കെ നന്നാവണ വരെ അവൻ്റെ കൂടെയൊക്കെ ഇങ്ങനെ ഇരുന്ന് അവൻ്റെ കാർട്ടൂണോ കാര്യങ്ങൾ എന്തെങ്കിലും കണ്ട് അങ്ങനെ കുറച്ച് സമയം മോൻ്റെ കൂടെ പോകും. അങ്ങനെയാണ് വൈകുന്നേരം മിക്ക ദിവസങ്ങളിൽ ഉണ്ടാവാറ്. അപ്പോൾ ഇനിയിപ്പോൾ അവൻ്റെ ചായയുടെ പരിപാടി അങ്ങനെയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, ആളൊന്ന് ആക്റ്റീവായിട്ടുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ ജോലിയിലേക്ക് കിടക്കും. അപ്പോൾ ചില സമയങ്ങളിൽ ഉമ്മയുടെ കൂടെ അവന് ഞങ്ങളുടെ ഓപ്പോസിറ്റ് വീട്ടിൽ ആടൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ആടിനെയൊക്കെ കാണാൻ വേണ്ടി പോകും. അല്ലെങ്കിൽ ഉമ്മ എന്തെങ്കിലും ജോലിയിലാണെങ്കിൽ ഞാൻ ഇതുപോലെ എന്തെങ്കിലും പരിപാടിയൊക്കെ ചെയ്യായിരിക്കും. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ കൂടിക്കോളും. അപ്പോൾ ഞാനിപ്പോൾ പുറത്ത് ബെഡ് ഒന്ന് വെയിൽ കൊള്ളിക്കാൻ വെച്ചിട്ടുണ്ട്. ഞങ്ങൾ കിടക്കുന്ന ബെഡാണ്. അപ്പോൾ അതിൽ അവൻ എപ്പോഴും എന്തെങ്കിലും നനവൊക്കെ ആയിട്ട് കയറി ചവിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണോണ്ട് അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒന്ന് വെയിലത്ത് ഇടാറുണ്ട്. അപ്പോൾ കഴിഞ്ഞ വെള്ളപ്പൊക്കത്തിൽ നമ്മുടെ ബെഡൊക്കെ നശിച്ചു പോയിട്ട് പിന്നെ വാങ്ങിച്ച ബെഡ് ഇതുപോലെ വെയിറ്റ് കുറഞ്ഞ ബെഡാണ്, പെട്ടെന്ന് എടുത്ത് വെക്കാനും ഉള്ള അങ്ങനെയൊക്കെ കരുതിയിട്ട് വാങ്ങിച്ചതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പൊക്കിയെടുത്ത് ഉണക്കാനും ഒക്കെ നല്ല സുഖമാണ്. ഇനി ഈ ചെയ്യുന്ന കലാപരിപാടി എന്ന് പറയുന്നത് നമ്മളെ ഈ പൂരപ്പൊടി ഉണ്ടാക്കാനായിട്ട് പൊതിച്ചെടുത്ത നാളികേരത്തിൻ്റെ മടലാണ്. അപ്പോൾ അതിൽ നിന്ന് ചകിരി ഞാൻ ഇങ്ങനെ
പെട്ടെന്ന് വലിച്ചാൽ പോരുന്ന രീതിയിലിരിക്കുന്ന ചകിരിയൊക്കെ അപ്പം തന്നെ ഞാനിങ്ങനെ പറിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സാധാരണ ചെടി നടാനൊക്കെ മണ്ണിൻ്റെ കൂടെ ഈ ചകിരിച്ചോറ്, ഈ കൊക്കോപ്പീറ്റ് എന്ന് പറയുന്ന സംഭവം ചിലർ വാങ്ങിച്ചൊക്കെ മിക്സ് ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ ഇതുപോലെയൊക്കെ ഉള്ളത് മിക്സ് ചെയ്തിട്ട് നടാറുണ്ട്. അപ്പോൾ നമ്മുടെ വീട്ടിലാണെങ്കിൽ വെച്ചിട്ടുണ്ടെങ്കിൽ മുറ്റത്തൊക്കെ മണ്ണ് ഭയങ്കര കുറവാണ്. അപ്പോൾ ചെടിയൊക്കെ നമ്മൾ ചട്ടിയിലൊക്കെ നടാൻ സമയത്ത് ചെടിക്ക് വേണ്ടി മണ്ണ് നിറക്കാൻ നേരത്ത് നോക്കുമ്പോൾ മണ്ണ് ഭയങ്കര കുറവായിരിക്കും. അപ്പം ഞാൻ കുറച്ച് നാളായിട്ട് ഇപ്പോൾ ചെയ്യുന്ന പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെയുള്ള ചകിരിയൊക്കെ എടുത്തിട്ട് ചെടിച്ചട്ടിയിൽ ഇങ്ങനെ മണ്ണും ഇതും കൂടി മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ നിറച്ച് വെക്കും. ഇടയ്ക്കിടയ്ക്കൊന്ന് നനച്ചു കൊടുക്കും. അപ്പോൾ ഇതിപ്പോൾ ഞാൻ മുമ്പ് അതുപോലെ വെച്ചതാണ്. ഇപ്പോൾ കുറച്ച് നാളായിട്ടുള്ളൂ, എന്നാലും ഇതൊരു ഇതൊക്കെ ഇങ്ങനെ ഇളക്കുമ്പോൾ കാണാൻ കണ്ടോ ചകിരി ഇതുപോലെ പൊന്തി വരുന്നുണ്ട്. എന്നാലും ചകിരി കുറച്ച് പഴക്കമായി തുടങ്ങിയിട്ടുണ്ട് ഇതിലുള്ള ചകിരി. അപ്പോൾ കണ്ടോ, അപ്പോൾ ഇതുപോലെ ഞാനിങ്ങനെ വെച്ചിട്ട് ഇപ്പോൾ തൽക്കാലം ഞാൻ മണ്ണൊന്നും ഇട്ട് സെറ്റ് ചെയ്യാത്തതുകൊണ്ട് ഇതിലേക്ക് തന്നെ വെറുതെ വാരി വെക്കുകയാണ്. ഇനിയിപ്പോൾ മണ്ണൊക്കെ എവിടെയെങ്കിലുമൊക്കെ ഇങ്ങനെ കോരി ഒക്കെ ഇട്ടിട്ട് വേണം ഇതുപോലെ ഇങ്ങനെ സെറ്റ് ചെയ്ത് ഓരോ ചട്ടിയിൽ ഞാനിങ്ങനെ വെക്കും. പിന്നീട് നമ്മൾ എന്തെങ്കിലും നടുമ്പോൾ നമ്മൾ പച്ചക്കറി കൊണ്ട് കമ്പോസ്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ആ കമ്പോസ്റ്റും ഇതും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ചെടികളൊക്കെ നടാറുള്ളത്. അപ്പോൾ നമുക്ക് മണ്ണിൻ്റെ കുറവ് ഒരു പരിധി വരെ അങ്ങനെ പരിഹരിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇനി ഇതിൽ വരുന്ന ആ സംഭവമില്ല, ചകിരിച്ചോറും എല്ലാം കൂടി വാരി ഞാൻ പല ചട്ടികളിലായിട്ട് ഇപ്പം ഇങ്ങനെ നിറച്ച് വെക്കുകയാണ് തൽക്കാലം. ഇനിയിപ്പോൾ വേറൊരു ദിവസം ചെടിയൊക്കെ നടാൻ എന്തെങ്കിലുമൊക്കെ നിൽക്കണ ദിവസം മാത്രം ഞാൻ ഇനി മണ്ണൊക്കെ അതിൽ നിറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് അങ്ങനെ സെറ്റ് ചെയ്യാൻ നിൽക്കുള്ളൂ. ഇപ്പം തന്നെ ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മോൻ പിറകെ വന്നിട്ട് അവനക്ക് ആദ്യം ഇത് കൊടുക്കേണ്ടി വരും. അപ്പോൾ അവന് ആ ഭാഗത്തൊക്കെ തന്നെ ചുറ്റിപ്പറ്റി നടക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇപ്പോൾ വേഗം അതൊക്കെ ഒന്ന് അവിടെ നിന്ന് ഒഴിവാക്കണുള്ളൂ. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വേറെ ഏതെങ്കിലും ഒരു ദിവസം ചെയ്യും. ഇപ്പോൾ ഇത് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ചെയ്തിട്ട് അവൻ കാണാത്ത സ്ഥലത്ത് കൊണ്ടുപോയി ഒളിപ്പിച്ച് വെക്കുക. അതാണ് മെയിനായിട്ടുള്ള പരിപാടി. ഇനി നമുക്ക് 2-3 മരം നിൽക്കുന്നുണ്ട്. ഈ മുള്ളാത്ത എന്ന് പറഞ്ഞിട്ടുള്ള ചക്കയുടെ മരമാണ്. അപ്പോൾ അതിപ്പോൾ മഞ്ഞുകാലമൊക്കെ ആയതുകൊണ്ട് എപ്പോഴും ഇങ്ങനെ ഇല കൊഴിഞ്ഞ് വീണുകൊണ്ടിരിക്കും അതിൻ്റെ. അപ്പോൾ ആ ഒരു ഇലയും സംഭവങ്ങളൊക്കെ ഒന്ന് അടിച്ച് വാരി കളയാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് എല്ലാ ദിവസവും പറ്റാറില്ല. ചില ദിവസം അവൻ സമ്മതിച്ചില്ലെങ്കിൽ അങ്ങനെ അടിച്ച് വാരി കളയാൻ പറ്റാറില്ല കേട്ടോ വൈകുന്നേരം. അപ്പോൾ ആ 2 പാത്രത്തിലിരിക്കുന്നത് ഞാൻ കമ്പോസ്റ്റ് ഉണ്ടാക്കിയതാണ്. അതാണ് ആ കറുത്ത കളറിൽ മണ്ണ് പോലെ കണ്ടത്. അത് നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന പച്ചക്കറിയും കാര്യങ്ങൾ കൊണ്ടൊക്കെ ഞാൻ കമ്പോസ്റ്റ് ഉണ്ടാക്കി വെച്ചേക്കുന്നതാണ്. അപ്പോൾ അതും കൂടിയും ചേർത്തിട്ടാണ് ഞാൻ മണ്ണിന് പകരമായിട്ട് ഉപയോഗിക്കുന്നത് കേട്ടോ. അത് ഈ ഉണക്കയിലയും മണ്ണും അതുപോലെ നമ്മുടെ പച്ചക്കറിയുടെ വേസ്റ്റൊക്കെ ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. ഈ ഒരു സൈഡിലാണ് ഞാൻ കൂടുതലായിട്ടും പച്ചക്കറികളും അതുപോലെ തന്നെ മോനിക്ക് മരുന്നിന് ആവശ്യമായിട്ടുള്ള അങ്ങനെയുള്ള സംഭവങ്ങൾ, നമ്മുടെ കറ്റാർവാഴ അതൊക്കെ നട്ടിട്ടുള്ളത്. ഇപ്പോൾ പച്ചക്കറികളൊന്നുമില്ല. ഇപ്പം മരുന്ന് ചെടികൾ മാത്രം ഞാൻ നിർത്തിയിട്ടുള്ളൂ. പച്ചക്കറിയൊക്കെ ഇനി 2ാമത് വെക്കണമുണ്ടായിരുന്നു, അതൊക്കെ പോയി. അപ്പോൾ അതൊക്കെ ഒന്ന് നനച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചേ. അപ്പോൾ ഇനി നമുക്ക് ഇപ്പോൾ വെള്ളം എടുക്കണത് നമ്മൾ അലക്കണ കല്ലിൻ്റെ ആ ഭാഗത്തു നിന്നാണ് കേട്ടോ. അപ്പോൾ നോക്കുക, അതിൻ്റെ പിറകിലുള്ള സ്ഥലമാണ് ഈ കാണുന്നത്. നല്ല പച്ചപ്പായിട്ട് കിടന്നിരുന്നതാണ്. ഇപ്പോൾ പുല്ലൊക്കെ വെട്ടി മാറ്റിയപ്പോൾ ബ്രൗൺ കളറിലായിട്ട് ഇങ്ങനെ എന്താ പറയുക, ഒരു മരുഭൂമി പോലെ ഇങ്ങനെ കിടക്കുകയാണ്. ഇപ്പോൾ മഞ്ഞും അതുപോലെ വേനലും ഒക്കെ വരികയല്ലേ. അതിൻ്റെ ഇപ്പുറമായിട്ട് ഒരു വലിയ വാഴയുടെ തോട്ടമുണ്ട്. പിന്നെ ഈ കാണുന്നത് ഒരു വലിയ ടവർ, എയർടെല്ലിൻ്റെ ആണെന്ന് തോന്നുന്നു. ആര് വീട്ടിൽ വന്നാലും അവർക്ക് ചോദിക്കാനുള്ളത് ഈ ടവറിനെ കുറിച്ചാണ്. നിങ്ങൾക്ക് വല്ല കുഴപ്പമുണ്ടോ, അല്ലെങ്കിൽ അസുഖം വല്ലതും വരൂലേ, എങ്ങനെ ഇരുന്നാൽ, അങ്ങനെയൊക്കെയാണ്. ഞങ്ങൾക്ക് ഇതുവരെയും കുഴപ്പമൊന്നുമായിട്ട് തോന്നിയിട്ടില്ല. പിന്നെ ഈ ടവർ ഇപ്പോൾ ഇനി ഈ 1 വർഷം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ നിന്ന് അവർ അഴിച്ചു മാറ്റുമെന്നാണ് പറയണത്. അപ്പം അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഇവിടുത്തെ വിശേഷങ്ങൾ. അപ്പോൾ ഇതാ ആ സമയം കൊണ്ട് വെള്ളം നിറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊക്കെ കൊണ്ടുപോയി ചെടിക്കൊക്കെ നനക്കാം. അപ്പോൾ ഈ കാണുന്നതൊക്കെ കറ്റാർവാഴകൾക്ക് പുതിയ പുതിയ മുകുളങ്ങൾ ഇങ്ങനെ വരുമ്പോൾ ഞാൻ പറിച്ച് പഴയ പൊട്ടിയ കപ്പിയിലും കുപ്പിയിലൊക്കെ നട്ട് വെക്കണതാണ്. അപ്പോൾ ഈ കുപ്പിയുടെ സൈഡിലൊക്കെ ഇങ്ങനെ ഹോളിട്ടിട്ട് അതിൽ കൂടിയൊക്കെ ഒരു കൗതുകത്തിൻ്റെ പുറത്ത് ഇങ്ങനെ നട്ട് നോക്കിയതാണ്. പിന്നെ അവർ അവിടെ നിന്ന് വളർന്നു കഴിഞ്ഞപ്പോൾ ഇങ്ങോട്ട് വലിച്ചിട്ട് പോരുന്നില്ല. അപ്പോൾ പിന്നെ ഞാൻ അങ്ങനെ തന്നെ നിന്നോട്ടെ എന്ന് വിചാരിച്ച്. കറ്റാർവാഴ ഉപയോഗിക്കാറില്ലെങ്കിലും ഇങ്ങനെ നിൽക്കണ കാണുമ്പോൾ ഒരു സന്തോഷമാണ്. പിന്നെ ഈ വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുന്ന ഇരുമ്പമ്പുളിയില്ലേ, ഉപ്പ നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ചു വെച്ചതാണ്, പൈസ കൊടുത്ത് വാങ്ങിച്ചു വെച്ച സംഭവമാണ്. ഇതുവരെ പൂവിട്ടിട്ടില്ല. വെറുതെ കാട്ടിൽ മുളച്ച് നിൽക്കുന്നത് വരെ കായ്ക്കേണ്ട സമയം കഴിഞ്ഞ്, പക്ഷെ ഇത് കായ്ച്ചിട്ടില്ല. അപ്പോൾ പിന്നെ നിൽക്കുന്നത് ഒരു കപ്പയാണ് കേട്ടോ. ഇക്കാക്ക വെച്ചതാണ്. ഇക്കാക്കയുടെ പോലത്തെ തന്നെ നല്ല നീളത്തിൽ പോയിട്ടുണ്ട്. അതിനും ഇതുവരെ ഒരു അനക്കവും സംഭവിച്ചിട്ടില്ല. പൂവിട്ടിട്ടുമില്ല, കായ്ച്ചിട്ടുമില്ല. ഇപ്പോൾ ഈ ഇതൊക്കെ മുഴുവനും
ഈ തുളസി അതുപോലെ പനിക്കൂർക്കയും ചുമക്കൂർക്കയാണ്. ഇപ്പോൾ ഈ ഫസ്റ്റ് ഫ്രണ്ടിൽ തന്നെ കാണുന്നത് ചുമക്കൂർക്കയാണ് കേട്ടോ. ചുമക്ക് കൊടുക്കുന്നതാണ്. അതൊക്കെ ഞാൻ അടുത്ത വീട്ടിലെ ചേച്ചി കൊടുത്തു തന്നപ്പോൾ ഞാൻ നട്ട് വളർത്തിയതാണ്. അപ്പോൾ മോനക്ക് ചുമയൊക്കെ വരുമ്പോൾ കൊടുത്തിട്ട് നല്ലതാണ്. ഉള്ളിയുടെയൊക്കെ കൂടെ വാട്ടി പിഴിഞ്ഞ് കൊടുക്കുമ്പോൾ നന്നായിട്ട് മാറാറുണ്ട്. ഇപ്പോൾ അതൊക്കെ ഇങ്ങനെ വേനലായപ്പോൾ ഒരു ഭംഗിയില്ലാണ്ട് നിൽക്കുകയാണ്. അപ്പോഴത്തേനും ഞാൻ ഇപ്പുറത്തോട്ട് വന്നപ്പോഴത്തേനും ഉമ്മ ആദ്യത്തെ ട്രിപ്പ് പൂരപ്പൊടി വറുത്ത് കഴിഞ്ഞ് ഞാനിനി ഫ്രണ്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ഫ്രണ്ടിൽ കുറച്ച് ചെടികളുണ്ട്, ഒരുപാടൊന്നുമില്ല, കൂടുതലും ഇലച്ചെടികളൊക്കെയാണ്. അപ്പോൾ ആ സമയത്ത് കണ്ടില്ലേ ഒരാൾ ട്രൈപോഡായിട്ട് ഓടി. അപ്പോൾ അതിൻ്റെ ബഹളമൊക്കെയാണ് നിങ്ങളുടെ ഈ വ്ളോഗിൻ്റെ തുടക്കത്തിൽ കണ്ടത്. അപ്പോഴത്തേനും ഒരു കണക്കിന് ഞാൻ ഫോൺ ഊരി വാങ്ങി. അതുമെന്ന് അവനിടുന്നൊരു ട്രൈപോഡ് അവൻ്റെ വണ്ടിയുമ്പോൾ കയറ്റി വെച്ചിട്ട് കൊണ്ടുപോകാനുള്ള പരിപാടിയിലാണ്. ഒരു കണക്കിന് പിന്നെ അതൊക്കെ വാങ്ങി. അപ്പോൾ ഞാൻ എൻ്റെ മണി പ്ലാന്റ് വേരൊക്കെ വരാനായിട്ട് പുതിയ ചെടികൾ ഉണ്ടാക്കാനായിട്ട് മുറിച്ച് നട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ വെയിൽ കുറഞ്ഞ സ്ഥലത്തേക്ക് മാറ്റി വെച്ചതാണത്. ഇനിയിപ്പോൾ ഇതൊക്കെ ഒന്ന് വെറുതെ ഒന്ന് നനച്ച് കൊടുക്കാൻ മാത്രമേ ഉള്ളൂ. പ്രത്യേകിച്ച് വേറെ കാര്യങ്ങളൊന്നും ചെയ്യാനുണ്ട്, പക്ഷേ ചെയ്യണില്ല. ആൾ ശരിയല്ല. ഞാൻ എന്തൊരു മണ്ണ് കോരാനോ എന്തെങ്കിലും എടുത്തുകൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ അത് അവന് കിട്ടണം. അപ്പോൾ അതൊന്നും ഇപ്പോൾ തൽക്കാലം വേണ്ടാന്ന് വെച്ച്. അപ്പോൾ ഞാനിപ്പോൾ ചെടിയൊക്കെ ഒന്ന് വെറുതെ ഒന്ന് നനച്ച് കൊടുത്തിട്ട്, അപ്പോൾ നനക്കാൻ പോലും ശരിക്കും പറഞ്ഞാൽ സമ്മതിക്കില്ല. അപ്പോഴത്തേനും അവനക്കത് വേണമെന്നും പറഞ്ഞ് വാങ്ങിക്കാൻ വരും. പിന്നെ ഇപ്പം നനക്കണതൊക്കെ റോസാണ് കേട്ടോ. റോസൊക്കെ കുറേ നാളൊക്കെ പൂവിട്ട് ഇപ്പോൾ ഒരുവിധം എന്താ പറയുക, ഒരു വല്ലാത്തൊരവസ്ഥയിലായിട്ട് ഇരിക്കുകയാണ്, കേടൊക്കെ വന്നിട്ട്. അതൊക്കെ ഞാനിപ്പോൾ മുറിച്ചൊക്കെ മാറ്റി ചെറിയ ചെറിയ പൊടിപ്പൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഈ നമ്മുടെ നനയ്ക്കലൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ ഉള്ള പണി എന്ന് പറയുന്നത് നമ്മൾ മുറ്റത്ത് നിന്ന് ഇപ്പോൾ അകത്തോട്ട് പോകുമ്പോൾ തന്നെ നമ്മുടെ ഉണങ്ങിയ ഡ്രസ്സും കൂടി എടുത്തിട്ട് അങ്ങോട്ട് പോവുകയാണ്. ഇപ്പോൾ ഒരുവിധം വൈകുന്നേരമായി, ഇരുട്ടൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ പുറത്തെ ജോലികളൊക്കെ കഴിഞ്ഞ് ഇനി നമ്മൾ അകത്തേക്ക് പോവുകയാണ്. ഇനിയിപ്പോൾ മോനെ ഒന്ന് കുളിപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ പ്രാർത്ഥനയുടെ ഒക്കെ സമയമായി. അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ് നമ്മുടെ വൈകുന്നേരത്തെ പരിപാടികളെന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ ബൈ ഫ്രം സഫീസ് ഹോം ഡയറി.